ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. പല അമ്മമാരും പറയാറുണ്ട് കുട്ടികൾക്ക് തീരെ വെയിറ്റ് ഇല്ല, വളരെ മെലിഞ്ഞിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് തടി വെക്കാനും നല്ല ആരോഗ്യമുള്ള മക്കളായിട്ടൊക്കെ വളരാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ എങ്ങനെയാണ് നമുക്ക് എല്ലാ കൂട്ടുകളും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 250 അണ്ടിപ്പരിപ്പ്, 250 കടല, 250 പിസ്ത. അത് തോല് കളഞ്ഞത് മേടിക്കാൻ കിട്ടും, അപ്പോൾ അതിനെ മേടിച്ചാൽ മതി. പിന്നെ 250 കൽക്കണ്ടാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എള്ള്, അതേപോലെ നമ്മളെ ഈ താമരൻ്റെ മുട്ടെന്ന് പറയും, താമരൻ്റെ ലോട്ടസ് സീഡ്. അപ്പോൾ അതും കൂടെ 250 ഇതിലേക്ക് മേടിക്കണം കേട്ടോ. പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എല്ലാ കൂട്ടും കൂടെ ഒരുമിച്ചെടുക്കുക. അതിലേക്ക് ഒരിക്കലും ലോട്ടസ് സീഡും അതേപോലെ എള്ളും കൂടെ ചേർക്കണം കേട്ടോ. ബാക്കി എല്ലാതും ഒരുമിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. കുറേ നേരം വറുത്തെടുക്കണ്ട. ഞാൻ ഓൾറെഡി വറുത്ത ഐറ്റംസാണ് ഫുള്ള് മേടിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് എനിക്കൊരളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കുമ്പോൾ തന്നെ ഞാൻ 250 വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കറക്റ്റ് അളവ് തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാതും സമം തന്നെ നമുക്ക് ഈക്വലായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. അതായത് കരിയാൻ പാടില്ല, നന്നായിട്ട് ശ്രദ്ധിക്കണം. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കരിയാണ്ട് വറുത്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഞാനിവിടെ ലോട്ടസ് സീഡും അതേപോലെ എള്ളും കൂടെ ഒരുമിച്ച് വറുക്കുന്നത്. എള്ള് പെട്ടെന്ന് കരിയും, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എള്ള് പെട്ടെന്ന് കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയും ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ലോട്ടസ് സീഡ് ഭയങ്കര ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റമാണ്. ഇനി കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അത്രക്കും നല്ല ബെനിഫിറ്റാണ് ലോട്ടസ് സീഡ്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ചൂടാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം വറുത്തെടുത്ത എല്ലാം കൂടെ നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ പോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ഘട്ടം പൊടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റേതാണ് ഇത്. ഇനി നമ്മൾ അടുത്ത സെക്ഷന് പൊടിച്ചെടുക്കുകയാണ്. അടുത്ത സെക്ഷന് നമ്മൾ രണ്ടാമത് വറുത്ത് വെച്ചിരുന്ന നമ്മൾ ലോട്ടസ് സീഡും അതേപോലെ എള്ളും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ കൽക്കണ്ടാണ് അടുത്തെടുക്കുന്നത്. കൽക്കണ്ടം മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ചിലർക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം വേണ്ട. ഞാൻ 250 കറക്റ്റ് എടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരമില്ല, എന്നാൽ മധുരം ഒട്ടും കുറവില്ല, അങ്ങനത്തെ ഒരു മീഡിയം ലെവൽ. ഇപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും മധുരം ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അധികം മധുരം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് അവർക്കൊരു മീഡിയം എടുത്ത് ഓട്സിലൊക്കെ കലക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ മധുരം അറിയില്ല, എന്നാലും ഒരു നേരിയ ഒരു മധുരം പോലെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ 250 ആണ് മധുരം എടുത്തിട്ടുള്ളത്, കലക്കണ്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടണമെങ്കിൽ മധുരം എടുക്കുക. ഇനി മധുരം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തത് ഇത് അതേപോലെയാണ്, ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല നൈസ് പൗഡറാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഓട്സിലോ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ചെറിയൊരു പ്ലേറ്റിലൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം. എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ എല്ലാ മക്കളും നന്നായിട്ട് വെയിറ്റ് ഒക്കെ കൂടി വരും. ഇതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഒന്നല്ലേ നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുത്ത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് കലക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.